എല്ലാവർക്കും അന്നാസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ 250 ഗ്രാം ഇഞ്ചി, 5 പച്ചമുളക്, 3 വറ്റൽമുളക്, 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി, അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പില. ഇതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുകിട്ട് അത് പൊട്ടിയ ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചി നമ്മളിവിടെ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അപ്പം അതുകൂടെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന വറ്റൽമുളക് 2-3 കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി 1.5 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലിട്ടാണ് നമ്മളിത് എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്നൊരു അല്പമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് പുളിവെള്ളം ചേർത്തത് നമ്മളിപ്പോൾ ഈ ഇട്ട പൊടികളെല്ലാം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി വന്നിരിക്കുന്ന ആ പുളിവെള്ളം നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുപ്പാണ്. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചി ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പുളിയിഞ്ചി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ട്രൈ ചെയ്യുക. അതുപോലെ നമുക്ക് നല്ല നല്ല കമൻസൊക്കെ അയക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.